യേശുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, ദൈവനാമം മഹത്വപ്പെടുകയും പുതിയൊരു പ്രഭാതത്തിൽ ദൈവത്തോടുകൂടി ആയിരിക്കുകയും ചെയ്യുവാൻ ദൈവം നമ്മളെ കൈനീട്ടി വിളിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 2-ാം തിരുവചനം. കുറ്റം ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും ഞങ്ങളുടെ അധരഫലങ്ങൾ ഞങ്ങൾ അർപ്പിക്കും. ദൈവവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കുന്നത് ദൈവമായ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതിന് തുല്യമാണ്. ആ ദൈവമായ കർത്താവ് ഹോസിയ പ്രവാചകനിലൂടെ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുകയാണ്, കുറ്റം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുക. ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും, ദൈവത്തെ വേദനിപ്പിച്ച എല്ലാ കാര്യങ്ങളും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുക. നന്മയായിട്ടുള്ളത് മാത്രമേ കർത്താവെ നീ സ്വീകരിക്കാവുള്ളൂ എന്ന് പറയുക. തിന്മയായതിനെ എല്ലാം തള്ളിപ്പറയുക. അധരഫലം ഏറ്റവും വേദന നൽകുന്ന ഒരു കാര്യമാണ് അധരം. ആ അധരത്തിൽ നിന്നും വന്നിരിക്കുന്ന നല്ലത് മാത്രമേ കർത്താവെ നീ സ്വീകരിക്കാവൂ. ആ നല്ലത് പറഞ്ഞതിന് മാത്രമേ അനുഗ്രഹമുണ്ടാവൂ. തിന്മയായതെല്ലാം നീ പൊറുക്കണമേ എന്ന് ദൈവത്തോട് ഏറ്റുപറയുക. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് ഈ സാബത്ത് ദിവസം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെല്ലുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നഷ്ടപ്പെട്ടു പോയ പാപികളായ മക്കളെ തേടി. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നും നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു ചെല്ലുവാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്നത്തെ ദിവസം ഒരനുഗ്രഹമായി മാറട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. ദൈവം നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മേൽ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.